നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനന്ന് പറഞ്ഞിരുന്ന ഹാൻസ് പാൻപരാഗിൻ്റെ അതുകൊണ്ട് ഒത്തിരി ബിസിനസ് കുറഞ്ഞിട്ടുണ്ട് ആ ബിസിനസ്സിൻ്റെ. പിന്നെ മയക്കുമരുന്നിൽ കുറച്ച് പേരെ പിടിച്ചു. പിന്നെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചിരുന്നു, അതും പരിഹാരമായി. ഇന്നിപ്പോൾ പറയാൻ പോകുമെന്ന് പറഞ്ഞാൽ കുമളിയിൽ ഒരു ദിവസം 250 കുപ്പിയോളം ലിറ്ററോളം തേൻ വിൽക്കുന്ന ഒരു ഫിലിപ്സ് കണി എന്നും പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ചാണ്. അവിടെ വിദേശികളടക്കം അറബികളടക്കം ഒരുപാട് പേര് വരുന്നതാണ്. അവിടെ റോഡ് സൈഡിൽ 100ഓളം തേനീച്ചക്കൂടുകൾ വെച്ചേക്കാണ്. ആയിരക്കണക്കിന് തേനീച്ചകളുണ്ട് അവിടെ. അത് ഒരു ചെറിയ തീപ്പൊരി മതി അതെല്ലാം ജനങ്ങളെ ആക്രമിക്കുക. ഞാനീ കഴിഞ്ഞ ദിവസം അതിലെ പോയപ്പോൾ തന്നെ എൻ്റെ നേരെ തേനീച്ച പറന്നു വന്നു. അത് ഭയപ്പെട്ടു പോയി. കാരണം അത് ഒരു പ്രാവശ്യ ജീവിതത്തിൽ അവിടെ ഉള്ളു, മരിച്ചു പോകും അത് കൊത്തിയാൽ. രണ്ടാമത് അത് തേനല്ല, അത്രയും 100 പെട്ടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഈന്തപ്പഴം മിക്സിയിലിട്ട് അടിച്ചേച്ച് അതിനകത്ത് കൃത്രിമ ഒരു സൈസ് ആസിഡ് ചേർത്ത് അതാണ് അതിനകത്ത്. അത് ഈന്തപ്പഴമാണ്. അത് മൊത്തം ഒരു ദിവസം 250ഓളം കുപ്പി ഉണ്ടാക്കുക വിൽക്കുന്നുണ്ട് അവിടെ വൻ വിലയ്ക്ക്. ഒറിജിനൽ തേനാണെന്ന് കാണിച്ചു കൊടുത്ത്. പക്ഷേ അത്രയും തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അത്രയും റാണിയിച്ച പോലും ഉള്ളത് കിട്ടാൻ പാടാണ്. 100 പെട്ടിക്കകത്ത് വെക്കാനുള്ളത് റാണിയിച്ച മാത്രമല്ല. ഇതിനൊന്നും ലേബലില്ല എന്നുള്ളതാണ്. ഈ വിൽക്കുന്ന കുപ്പികൾക്കെല്ലാം ലേബൽ വെച്ച ഒരു കുപ്പിയൊന്നുമല്ല കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഭയങ്കരമായ കെമിക്കൽ ചേരുന്നു. കാരണം അത് കേടാകാതെ ഒരു വർഷത്തോളം ഇരിക്കണം. കെമിക്കൽ ചേർന്നു. കുറച്ച് തേനാണ് അതിനകത്ത് ഒഴിക്കുന്നത്. പിന്നെ ചെറുതേനുകൾ ഒരുപാട് അവിടെ. ഒരു ചെറുതേനൊന്നും അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവില്ല. ചെറുതേൻ്റെ പ്രത്യേകത അതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ പഠിക്കാനായിട്ട് ഒത്തിരി കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരും അവരുടെ സേഫ്റ്റിയൊക്കെ നോക്കിക്കോണം. പിന്നെ രണ്ടാമത് ഇത് ഹെൽത്തിൻ്റെ അനുമതി എങ്ങനെ കിട്ടിയെന്നാണ് മനസ്സിലാകാത്തത്. കാരണം അത് പോയി അന്വേഷിക്കണം. കാരണം അതിന് രജിസ്ട്രേഷൻ ഉണ്ടോ, പഞ്ചായത്ത് പണ്ടെങ്ങാണ്ട് കൊടുത്ത് രജിസ്ട്രേഷൻ അത്. പക്ഷേ അതൊരു തേനീച്ച ഒരു സ്വയം തൊഴിൽ അതിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നതാണ്. പക്ഷേ അത് അവരുടെ തെറ്റൊന്നുമല്ല അത്. പക്ഷേ ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കണം, ഇന്ന് തന്നെ അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അതിനകത്ത് വിഷം അടങ്ങിയിരിക്കുന്നു. പ്രിസർവേറ്റീവ്സ് കിലോ കണക്കിനാണ് മേടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ചേർക്കുന്നത്. കാരണം ഒരു വർഷം കേടാകാതിരിക്കാൻ. അത് വെറും ഈന്തപ്പഴം ചാറാണ്. അത്രയും തേനൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ അറിയാതെയാണ് ഹെൽത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. ദയവേത് അത് അന്വേഷിക്കണമെന്നും അതിനകത്ത് പഞ്ചസാരയുടെ അളവാണ് 50%. പഞ്ചസാര കലക്കിയ വെള്ളമാണത്. അത് തേനീച്ചയെ കൊണ്ട് കുടിപ്പിച്ച് വെച്ചാൽ അതിൻ്റെ സത്താണ് അതെടുക്കുന്നത്. അല്ലാതെ പൂവിൽ നിന്ന് ശേഖരിക്കുന്ന തേനല്ല അത്. ഇതൊന്ന് അന്വേഷിക്കണമെന്നും ആ തേനീച്ചക്കൂട് റോഡിൽ നിന്ന് മാറ്റി അത് ഉൾക്കാട്ടി കൊണ്ട് വെക്കേണ്ടതാണ് ഇത്രയും തേന്. തേക്കടിയിൽ നിന്ന് ഒറിജിനൽ തേൻ കിട്ടും. ആദിവാസികൾ കൊണ്ടുവന്ന് ഫോറസ്റ്റുകാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളോട് അവിടെ ഒരു കുപ്പി തേനിന് പോയി വെയിറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തേൻ കിട്ടില്ല. ഇത് 10,000-2000 രൂപയ്ക്കാണ് അറബികൾക്ക് കൊടുക്കുന്നത് ഈ സാധനം. ഈ പഞ്ചസാര കലക്കിയ ഈന്തപ്പഴം ചാറ്, ഈന്തപ്പഴം മിക്സിയിലിട്ട് കലക്കി അരിച്ച് അത് വേറെ രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് കെമിക്കലും ചേർത്ത് ഈ സാധനമാണ്. ഇത് റോഡ് സൈഡിൽ നിന്ന് അത് മാറ്റണം. അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയാണ്. ഇതൊന്ന് അന്വേഷിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.